കളിയോട് കളിച്ചാൽ എങ്ങനെയിരിക്കും? ഒടുവിൽ അമേരിക്കയും തള്ളി പറഞ്ഞില്ലേ? ഇത്ര നാളും അമേരിക്കയുടെ സഹായം വാങ്ങിക്കൂട്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത്? ബംഗ്ലാദേശിന്റെ അവസ്ഥ പരിതാപകരം തന്നെ. ലോകത്തിലെ ഒരു രാജ്യത്തിനും ബംഗ്ലാദേശിന്റെ അവസ്ഥ വരാതിരിക്കട്ടെ. എന്താണ് സംഭവം? നമുക്ക് നോക്കാം. ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം പല കാര്യങ്ങളും നടക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ പ്രവചിച്ചതാണ്. പല രാജ്യങ്ങൾക്കും 8ന്റെ പണി കൊടുത്തുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്തവണ അധികാരത്തിലേറിയിരിക്കുന്നത്. ഇത്തവണ മുട്ടൻ പണി വാങ്ങിക്കൂട്ടിയത് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഷെയ്ഖ് ഹസീനയുടെ പലായനവും രാജ്യത്തെ ആഭ്യന്തര സംഘർഷങ്ങളും ഒക്കെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയ വിഷയങ്ങളുമാണ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചതുകൊണ്ട് തന്നെ നിലവിൽ ബംഗ്ലാദേശുമായിട്ട് നല്ല ബന്ധമല്ല ഇന്ത്യ പുലർത്തുന്നത്. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടം മികച്ച രീതിയിൽ നിന്ന് 2 അയൽ രാജ്യങ്ങൾ തന്നെയായിരുന്നു നമ്മളും ബംഗ്ലാദേശും. എന്നാൽ ഇന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനം വഹിക്കുന്ന മുഹമ്മദ് യൂനസിന്റെ ഭരണം തുടങ്ങിയതോടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് കാര്യമായ ക്ഷതം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ മുഹമ്മദ് യൂനസ് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ, അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ ട്രംപിന്റെ കോപത്തിന് ഇരയായതെന്ന് വേണം മനസ്സിലാക്കാൻ. വർഷങ്ങളായി ബില്യൺ കണക്കിന് ഡോളർ സംഭാവന നൽകി ബംഗ്ലാദേശിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ആ സഹായഹസ്തം വെട്ടിമാറ്റുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശിന് അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായം പിൻവലിക്കുകയാണ് ട്രംപിന്റെ പുതിയ നടപടി. അമേരിക്കയുടെ ഈ പൊടുന്നനെയുള്ള നടപടിയിൽ സ്തംഭിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഈ വാർത്തകളൊക്കെ നോക്കൂ. ഇതിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ് ഇതൊക്കെ. കൃത്യമായിട്ടൊരു നിലപാട് എടുക്കുന്നത് വരെ ബാക്കിയുള്ള എല്ലാ സഹായങ്ങളും നിർത്താൻ തന്നെയാണ് ട്രംപ് ഇതിനോടകം പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അമേരിക്കയുടെ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ നിർത്തലാക്കണമെന്നാണ് ട്രംപിന്റെ ഓർഡർ. ഇനി കുറച്ച് നാളത്തേക്ക് ട്രംപിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എത്ര രാജ്യങ്ങൾ അമേരിക്ക സഹായം നൽകുന്നുണ്ട്, ആ സഹായം എങ്ങനെയാണ് അവർ വിനിയോഗിക്കുന്നത്, ആ രാജ്യങ്ങൾ എങ്ങനെയാണ് അമേരിക്കയുമായി ബന്ധം പുലർത്തുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യകത ട്രംപിന് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം ഇനി സഹായം എന്ന രീതിയിലേക്കാണ് ട്രംപ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കേണ്ട എന്നൊരു അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ ഇത്തരം സഹായങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നയം. നമ്മൾ ഇതിനു മുൻപ് തന്നെ പലതവണ പറഞ്ഞതാണ്, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ലോക രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ ചലനങ്ങൾ സംഭവിക്കുമെന്ന കാര്യം. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നതൊക്കെ തന്നെ. US എയ്ഡിലേക്ക് വരാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. അതായത് ലോക രാജ്യങ്ങൾക്ക് സഹായം നൽകാൻ വേണ്ടി അമേരിക്ക രൂപീകരിച്ച ഒരു വലിയ ഏജൻസിയാണ് ഇത്. നമുക്കറിയാം ഇതിന്റെ പിന്നിൽ തന്ത്രപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഏജൻസി മുഖാന്തരം എത്രയോ കോടിക്കണക്കിന് പണമാണ് മറ്റു പല രാജ്യങ്ങളിലേക്കും അമേരിക്ക എത്തിക്കുന്നത്. പിന്നെ പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ലോൺ ആയിട്ടല്ല അമേരിക്ക നൽകുന്നത് എന്നതാണ്. അതായത് സഹായമാണ്. നമുക്കറിയുന്ന കാര്യമാണ്, അമേരിക്ക ഒരു വികസിത രാജ്യമാണ്. അതേപോലെ തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രധാന കളിക്കാരൻ കൂടിയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയുടെ സ്വാധീനം നിലനിർത്തുന്നതിൽ വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരമൊരു സാമ്പത്തിക സഹായം എന്നത് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു രാജ്യം കഷ്ടപ്പെടുകയാണെന്ന് കരുതുക. സാമ്പത്തികമായിട്ട് അതിന് സഹായിക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അതായത് അമേരിക്ക ഒരുപാട് ഡോളറുകൾ ആ രാജ്യത്തിന് കൊടുക്കും. അത് ലോൺ ആയിട്ടല്ല, ഒരു സഹായമായിട്ടാണ് നൽകുന്നത്. തിരിച്ച് അമേരിക്കയോട് വിധേയത്വം പുലർത്തുക എന്നതാണ് ഈ സാമ്പത്തിക സഹായം സ്വന്തമാക്കിയ രാജ്യങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള റിച്ചാർഡ് എം നിക്സന്റെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കേണ്ടതായിട്ട് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായം മറ്റു രാജ്യങ്ങളെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല, മറിച്ച് അമേരിക്ക തന്നെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണല്ലോ. അമേരിക്ക ഈ ഒരു പരിപാടി തുടങ്ങുന്നത് ശീതയുദ്ധ കാലഘട്ടത്തിലാണ്. അന്ന് ദരിദ്ര രാജ്യങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തിക സഹായം നൽകി കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി അമേരിക്ക ഒരു ശ്രമം നടത്തിയിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. നിലവിൽ അമേരിക്ക ഇതിന്റെ ഒരു സാധ്യത കാണുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്കയുടെ നല്ലൊരു സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമല്ല എന്ന് കരുതുക. അതായത് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമില്ല, അമേരിക്കയോട് വലിയ താല്പര്യമില്ല, അമേരിക്കൻ രീതികളോടും അതുപോലെ തന്നെ അതിന്റെ നയങ്ങളോടും അതിന്റെ സാമ്രാജ്യത്വ താല്പര്യങ്ങളോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യമാണെന്നും കരുതുക. ആ രാജ്യത്തിനോട് അമേരിക്കയ്ക്ക് ചില വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അമേരിക്ക എന്താണ് ചെയ്യുക? അമേരിക്കയുടെ കയ്യിലുള്ളത് പണമാണ്, ആ രാജ്യത്തിന് ആവശ്യവും പണമാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അമേരിക്കയ്ക്ക് സുഖകരമായിട്ട് ആ രാജ്യവുമായിട്ട് കൂട്ടുകൂടാൻ ഈ പണം സഹായിക്കും. പണം നൽകുക, അതും സഹായമായിട്ട്, ലോൺ ആയിട്ടല്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ രാജ്യം ഒരു വിധേയത്വം അമേരിക്കയോട് പ്രകടിപ്പിച്ചു തുടങ്ങും. ഇത് തന്റെ എതിരാളികളായിട്ട് അമേരിക്ക കാണുന്ന റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും സ്വാധീനത്തെ ചെറുക്കാൻ ഉപകരിക്കുന്ന തലത്തിലേക്ക് മാറ്റിയെടുക്കാനും അമേരിക്കനെ കൊണ്ടാകും. ഇനി ഈ പറഞ്ഞ രാജ്യം ചൈനയോടും റഷ്യയോടും ഒക്കെ നല്ല ബന്ധമാണ് പുലർത്തുന്നതെങ്കിൽ തന്നെ ആ ബന്ധം ഇല്ലാതാക്കാനും അമേരിക്കയ്ക്ക് ഇതിലൂടെ എളുപ്പമാണ്. അമേരിക്ക ഈ ഒരു സഹായം ആരംഭിച്ച കാലഘട്ടം മുതൽ ഒരുപാട് രാജ്യങ്ങൾ ഈ സഹായം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഇത്തരം സാമ്പത്തിക സഹായം ലഭിച്ച രാജ്യം മറ്റാരുമല്ല, അത് ഇസ്രയേലാണ്.
$312 ബില്യൺ അമേരിക്ക ഇസ്രയേലിന് സഹായമായിട്ട് നൽകിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് വിയറ്റ്നാമാണ്. $184.5 ബില്യൺ അമേരിക്ക വിയറ്റ്നാമിന് നൽകിയിട്ടുള്ളത്. അടുത്തത് ഈജിപ്താണ്. $183.7 ബില്യൺ അമേരിക്ക ഈജിപ്തിന് നൽകിയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക കാര്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. $158.9 ബില്യൺ ആണത്. അടുത്ത അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ളത് സൗത്ത് കൊറിയയാണ്. $120.7 ബില്യൺ അമേരിക്ക സൗത്ത് കൊറിയയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും കരുതുന്ന അല്ലെങ്കിൽ പലർക്കുള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് സഹായങ്ങൾ അമേരിക്ക നൽകി എന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. അമേരിക്ക സഹായം ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 5ാം സ്ഥാനം പോലും നമുക്കില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത്ര വലിയൊരു സഹായം സ്വീകരിച്ചിട്ടുള്ള രാജ്യമല്ല നമ്മളത്. അതുപോലെ തന്നെ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം റഷ്യയും ഉക്രൈൻ യുദ്ധം നടക്കുകയാണ്. ഉക്രൈന് വേണ്ട എല്ലാ സഹായവും ചെയ്തത് അമേരിക്കയാണ്. സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ സൈനിക സഹായം ഒക്കെ ചെയ്ത് അവരെ യുദ്ധമുഖത്ത് സജീവമാക്കി നിർത്തുന്നതിൽ അമേരിക്കയുടെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ വലിയൊരു സ്ഥാനം യുക്രൈനും ഉണ്ട്. ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനാധിപത്യ രീതിയിൽ ബംഗ്ലാദേശ് ജനത തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് രാഷ്ട്രീയ സാഹചര്യം എത്തപ്പെട്ടിരുന്നു. അതിനുശേഷം മുഹമ്മദ് യൂനസ് താൽക്കാലികമായിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിലവിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാത്തതിൽ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും അമർഷവുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ എല്ലാവിധ സഹായവും ചെയ്യാൻ വേണ്ടി ജോ ബൈഡൻ ഭരണകൂടം തയ്യാറായിരുന്നു. $22 മില്യൺ സഹായമാണ് ജോ ബൈഡന്റെ ഭരണകൂടം ബംഗ്ലാദേശിന് വാഗ്ദാനം ചെയ്തത്. പക്ഷേ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടന്നതോടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ജോ ബൈഡൻ പടിക്ക് പുറത്താകുകയും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ ബംഗ്ലാദേശിന് വേണ്ടത് അടിയന്തരമായിട്ട് $5 ബില്യൺ എന്ന് മുഹമ്മദ് യൂനസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ബംഗ്ലാദേശ് കണക്കാക്കുന്നത് അമേരിക്കയുടെ സഹായം തന്നെയാണ്. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിനും സഹായമുണ്ട്. അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേൾഡ് ബാങ്കിന് വലിയൊരു തുക നൽകും. അത് സെൽഫ് ലോൺ ആയിട്ട് രാജ്യങ്ങളിലേക്ക് വേൾഡ് ബാങ്ക് നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപ് വന്നതോടെ കാര്യങ്ങളൊക്കെ മാറി. യുഎസിന്റെ പണം എങ്ങോട്ടൊക്കെ പോകുന്നു, ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്, അവർ എന്തൊക്കെയാണ് അതുകൊണ്ട് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അമേരിക്കയോട് നിൽക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിലാണ് ട്രംപ് എത്തിയിട്ടുള്ളത്. അമേരിക്കയുടെ പണം ഒരു തെറ്റായ സ്ഥലത്ത് എത്തരുത് എന്ന പിടിവാശി ട്രംപിനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോട് കൂടി പറയാനുണ്ട്. ഉക്രൈൻ നൽകുന്ന സഹായവും ഏകദേശം അവസാനിപ്പിക്കാനുള്ള മട്ടിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറയുമ്പോഴും അതിൽ കുറച്ച് രാജ്യങ്ങൾക്ക് ഇളവ് അനുവദിച്ചിട്ടുമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിനെ അതിൽ നിന്ന് പുറത്താക്കിയെങ്കിലും മറ്റു പല രാജ്യങ്ങൾക്കും ഇപ്പോഴും സാമ്പത്തിക സഹായം നൽകാൻ അമേരിക്ക തയ്യാറാണ്. അതിൽ പ്രധാനപ്പെട്ട രാജ്യം അമേരിക്കയുടെ ഏറ്റവും വലിയ ബന്ധു അല്ലെങ്കിൽ ഏറ്റവും വലിയ സുഹൃത്തായ ഇസ്രയേൽ തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, ഈജിപ്താണ്. മൂന്നാം സ്ഥാനത്ത് ഉക്രൈൻ വരുമെന്ന പ്രതീക്ഷ ഉക്രൈനും ഉക്രൈന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സെലൻസ്കിക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു തീരുമാനം ഇതുവരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. മിക്കവാറും ആ സഹായം ഉക്രൈന് നൽകാൻ അമേരിക്ക തയ്യാറാകില്ല എന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ട്രംപിന്റെ ഒരു ആവശ്യം കൂടിയാണ്. ഇങ്ങനെ സാമ്പത്തിക സഹായം നിർത്തലാക്കുന്നതിലൂടെ ഉക്രൈന് മേലൊരു സമ്മർദ്ദം ചെലുത്തിയിട്ട് അവിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി ട്രംപ് കാണുന്നുണ്ട്. ഇത്ര നാളും ബംഗ്ലാദേശും കരുതിയിരുന്നത് എന്താണ്? ബംഗ്ലാദേശിന് ഇളവ് ലഭിക്കുമെന്ന് തന്നെയാണ്. കാരണം അമേരിക്ക ഇതുവരെ ബംഗ്ലാദേശിന് നൽകിയ സഹായങ്ങൾ മുടങ്ങില്ല, വീണ്ടും തുടരുമെന്ന് തന്നെയാണ് മുഹമ്മദ് യൂനസിന്റെ ഭരണകൂടം വിചാരിച്ചിരുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ട്രംപ് അതിന് തയ്യാറായില്ല എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രവുമല്ല മുഹമ്മദ് യൂനസിന്റെ മുഖമായിരിക്കും ബംഗ്ലാദേശിന്റെ ഫയൽ കാണുമ്പോൾ ചിലപ്പോൾ ട്രംപിന്റെ മനസ്സിലേക്ക് വരുന്നത് പോലും. നിരവധി വേദികളിൽ ട്രംപിനെ അടച്ചാക്ഷേപിച്ച് വിമർശിച്ച വ്യക്തിയാണ് ഈ മുഹമ്മദ് യൂനസ്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ഭരിക്കുന്ന രാജ്യം എന്ന നിലയിൽ പോലും ബംഗ്ലാദേശിനെ കാണാൻ ട്രംപ് തയ്യാറാണ്. ട്രംപ് ആണല്ലോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ട്രംപിന്റെ തീരുമാനങ്ങളും ട്രംപിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ അമേരിക്കൻ നയത്തിൽ എന്തായാലും പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണല്ലോ. നമ്മൾ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു സാമ്പത്തിക സഹായം പല രാജ്യങ്ങൾക്കും നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ് എന്നതാണ് ഇതിന്റെ ചുരുക്കം തന്നെ. എല്ലാ തരത്തിലുള്ള അന്വേഷണത്തിനും അതിന്റെ തീരുമാനങ്ങൾക്കും ശേഷം മാത്രം മതി കാര്യങ്ങൾ എന്ന രീതിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. ഈ വാർത്ത ഉണ്ടാക്കിയ ഷോക്ക് ഇതുവരെ ബംഗ്ലാദേശ് സർക്കാരിൽ നിന്നും വിട്ടുമാറിയിട്ടുമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ് നിലവിൽ ബംഗ്ലാദേശിലുള്ളത്. ഒരു അരക്ഷിതാവസ്ഥ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ US പോലുള്ള ഒരു വലിയ രാജ്യം നൽകുന്ന സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുന്നു എന്ന ഘട്ടത്തിൽ അവർക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യത വരെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും കോട്ടം ഇതുവഴി തട്ടുന്നുണ്ടോ എന്നതാണ് ഞാൻ ഇനി പറയുന്നത്. അവരുടെ കാര്യങ്ങളിലേക്ക് ഈ ഫണ്ട് എത്താത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന് അത്തരത്തിലെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ബംഗ്ലാദേശിനെ പോലൊരു അവസ്ഥയല്ല നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ സാമ്പത്തിക മേഖല കുറച്ചുകൂടി ഉറപ്പുള്ളതാണ്. സാമ്പത്തിക അടിത്തറയുണ്ട്. നമ്മുടെ രാജ്യം അങ്ങനെയും ഇങ്ങനെയും ഒന്നും കുലുങ്ങത്തില്ല. ഇങ്ങനൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്ന രീതിയിൽ ആ വാക്കിന്
പബ്ലിക്കിനോട് പൂർണ്ണമായും നീതി പുലർത്തുകയും ചെയ്യുന്ന രാജ്യമാണ്. ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കില്ല. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇങ്ങനെ ഒരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് ബംഗ്ലാദേശിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റിൽ കുറിക്കുകയോ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.